ഇപ്പോൾ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ 2 കൊല്ലം MLAക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ എടുത്ത നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എന്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. ഈ മുഖ്യമന്ത്രി എന്താ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുള്ളപ്പോ ഗണേഷ് കുമാറിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി. എല്ലാവരും പറയും കുടുംബ പ്രശ്നം. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ഗണേശനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗണേശന്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പൊ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശന്റെ ഉണ്ടായി. അപ്പൊ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ് നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി പിണറായി വിജയനുള്ള. പുറത്തു വന്നിട്ടുണ്ട്. അതായത് മോഹൻലാലുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഏതാണ്ട് 11.25 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അത് സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം ചെലവായി. സർക്കാർ ഖജനാവിൽ നിന്ന് രാഷ്ട്രീയ പ്രചരണം നടത്തിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 6 മാസമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങൾ അവർ വെച്ചിരിക്കുന്ന ഹോർഡിംഗ് നോക്കി, അതെല്ലാം PRDയുടെ ഹോർഡിംഗ് ആയിരുന്നു നേരത്തെ. അതിപ്പോ ഇലക്ഷൻ വന്നപ്പോൾ മാറ്റി ഇത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം സർക്കാർ ചെലവിൽ എല്ലാ പരസ്യങ്ങളും ഒരു ഗവൺമെന്റും കേരളത്തിൽ ചെയ്യാത്ത രീതിയിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെങ്കിൽ ഞാൻ മോഹൻലാലും അദ്ദേഹവും നടത്തിയ ആ സംഭാഷണത്തെ വിമർശിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനുമായി ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ചെലവിൽ വേണ്ട, നാട്ടുകാരുടെ ചെലവിൽ അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. ആ പൈസ പിണറായി വിജയൻ ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. KNA ഖാദർ 2021 ഗുരുവായൂർ സമാനമായിട്ട് ഡീൽ നടന്നിട്ടുണ്ടെന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. KNA ഖാദർ ഇപ്പോൾ 2021 ഗുരുവായൂർ വെച്ചിട്ട് CPM അതുപോലെ തന്നെ BJP തമ്മിൽ ഡീൽ അതുണ്ടായിട്ടുണ്ടെന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തിനാ ADGP അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്? എന്തിനാ കാണാൻ പോയത്? വല്ല സൗഹൃദ സംഭാഷണം നടത്താൻ പോയതാണോ? എല്ലാവർക്കും അറിയാമല്ലോ. ഇതെല്ലാം പരസ്യമായ ദേശങ്ങളല്ലേ. ഈ പ്രാവശ്യത്തെ ഡീല് ഞങ്ങൾ പൊളിച്ചടുക്കും. എത്രയോ മനോഹരമായ വാക്ക് മലയാള ഭാഷയിലുണ്ട്. ചെറ്റത്തരം കാണിച്ചു എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? അതിന് G. സുധാകരൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ചെറ്റ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന കുടിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഉള്ളിലൊരു മുതലാളിത്ത മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റാന്നൊക്കെ ചുമ്മാ പറയാ, കമ്മ്യൂണിസ്റ്റാന്ന് ചുമ്മാ പറയാ. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയും. ഞങ്ങളാരെങ്കിലും പറയും. നിങ്ങൾ എത്ര ചോദ്യം, അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്?
ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ആവർത്തിച്ച് ചോദിച്ച് വേറെ ആർക്കും ചോദ്യത്തിന് അവസരം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്, പ്ലീസ് ചേട്ടാ നിർത്ത്, മറ്റവർക്ക് കൂടി കൊടുക്കാൻ പറയാം. അല്ലാതെ ഞങ്ങളൊക്കെ രാവിലെ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയല്ലേ? ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. എന്താ MP വീരേന്ദ്രകുമാറിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, അനുസ്മരണ പ്രവേശനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന എഴുത്തുകാരനായ സാംസ്കാരിക പ്രവർത്തകൻ രാമേന്ദ്ര ഗുഹ എന്താ പറഞ്ഞത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുൻകൊടുത്ത മോഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിണറായി വിജയനെ, അദ്ദേഹം EMSനെ, ജ്യോതി ബാസുവിനെ, മണിക് സർക്കാരിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് ഇവിടെ ഓടൊന്നുമില്ല, ഇത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളുടെ ഒന്നും ഓടില്ല. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് കെ സുധാകരൻ അല്പനേരം മുമ്പ് പറഞ്ഞു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം. അതിനെന്താ തെറ്റുന്ന? രമേശ് ചെന്നിത്തല അയോഗ്യനായിട്ടുള്ള ആളാണ്. പാലക്കാട് NMR മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ടാണ് അവിടെ ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നാണ് ഇന്നലെ. എന്താണ് റസാഖിന്റെ പശ്ചാത്തലം? റസാഖിനെ നിർത്താൻ എന്താ കാരണം? അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ നിർത്താം. ഇഷ്ടമുള്ള, കാരണം ഒരു 3-ാം സ്ഥാനത്തായിരുന്നു, പരിതാപകരമായ 3-ാം സ്ഥാനത്താണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാലോ അവിടുത്തെ സോഷ്യൽ ഇക്വേഷൻസ് അറിയാലോ. എന്തുകൊണ്ടാണ് ബിസിനസ്സുകാരനായ പശ്ചാത്തലമില്ലാത്ത റസാഖിനെ നിർത്തിയത്? രമേശ് പിഷാരടി കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്തിലധികമായി കോൺഗ്രസ് വേദിയിൽ ജി സുധാകരനെതിരായ ആരോപണത്തിലും അതുപോലെ തന്നെ ആ ഒരു ചെറ്റത്തരം എന്നുള്ളൊരു പരാമർശത്തിലുമെല്ലാം ഇപ്പോൾ VD സതീശൻ പ്രതികരണങ്ങൾ നൽകുകയാണ്. അതോടൊപ്പം തന്നെ അവനോടൊപ്പമാണ്, അല്ലെങ്കിൽ അവന്മാരോടൊപ്പമാണ് CPM-ഉം മുഖ്യമന്ത്രിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗണേഷ് കുമാറിൻ്റെ വിഷയം, അതുപോലെ തന്നെ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക പീഡന ആരോപണം മുതലായ വിഷയങ്ങളെല്ലാം തന്നെ എടുത്തു കാട്ടിക്കൊണ്ടാണ് VD സതീശൻ്റെ ഈ ഒരു പ്രതികരണം. ഇത്തരത്തിൽ അവന്മാരോടൊപ്പമാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അതുപോലെ തന്നെ നാട് നീളെ വ്യഭിചരിച്ചുകൊണ്ട് എന്നൊരു പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ് എന്നും ഇതിനെല്ലാം ജനം മറുപടി നൽകും എന്നുമാണ് VD സതീശൻ പറയുന്നത്. കൊടുക്കാൻ പറ്റിച്ചാൽ കൊടുത്തോ, ചർക്ക്